1998 മുതൽക്ക് വളരെ അടുത്ത് കാണാനും പ്രവർത്തിക്കാനും കഴിഞ്ഞ ഒരു സഹപ്രവർത്തകയാണ് ഞാൻ. 1998 ഞാൻ പാർട്ടിയുടെ CPIMൻ്റെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് വന്നത്. അതിനുശേഷം ആഴ്ചതോറും നടക്കുന്ന എല്ലാ സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിലും മുഖാമുഖം കണ്ടിരിക്കാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. സംസാരിക്കുന്നത് അദ്ദേഹം വളരെ കുറവാണ്. ഞാൻ MLA ആയിട്ട് 2001 വന്നു. അന്ന് 40 അംഗങ്ങൾ മാത്രമേ നിയമസഭയിൽ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നുള്ളൂ. VS പ്രതിപക്ഷ നേതാവായിരുന്നു. ഞാനും പാലക്കാട്ടിലെ ഗിരിജാ സുരേന്ദ്രനും 2 വനിതകൾ മാത്രമേ അന്ന് ഓപ്പോസിഷനിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും മത്സരിച്ചപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു. അപ്പോഴും സംസാരം വളരെ കുറവാണ്. പക്ഷേ കാര്യങ്ങളെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കുകയും എനിക്ക് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയിലൂടെ അന്ന് പണിക്കർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഖാവ് ഉണ്ടായിരുന്നു, രാജേന്ദ്രൻ, ബാലഗോപാലൻ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവരിലൂടെ എനിക്ക് നിരന്തരം നിർദ്ദേശങ്ങൾ കിട്ടും. അതിനനുസരിച്ച് കേരളത്തിൽ അടച്ചു പൂട്ടപ്പെട്ടിരുന്ന ആയിരക്കണക്കിന് വരുന്ന സർക്കാർ ആശുപത്രികൾ ചെറുതും വലുതുമായിട്ട് തുറന്ന് പ്രവർത്തിക്കാൻ ആ കാലത്ത് ഞങ്ങൾക്ക് സാധിച്ചത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ സഹായത്തോടു കൂടിയൊക്കെ സാധിച്ചത് അതുകൊണ്ടാണ്.